Hello dears, welcome back to Thunder Kitchen Recipes. ഇന്ന് കക്കയിറച്ചി കൊണ്ടുണ്ടാക്കുന്ന ഒരു മസാല റോസ്റ്റിന്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇതൊരു കിടിലൻ ഐറ്റമാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും പുട്ട് ഇടിയപ്പത്തിനൊക്കെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ്. കേരള സ്പൈസസ് ഉപയോഗിച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനു വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 500 ഗ്രാം കക്കയിറച്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നന്നായി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ പൊടിയായി ചോപ്പ് ചെയ്ത പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി വേണം. പിന്നെ പൊടിയായി അരിഞ്ഞ സവാള വേണം. 2 വലിയ സവാളയാണ് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു മീഡിയം തക്കാളി പൊടിയായിട്ട് അരിഞ്ഞത് വേണം. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പില വേണം. ഇനി വേണ്ടത് പൗഡേർഡ് മസാലകളാണ്. അത് ഞാൻ പ്രോസസ്സിലൂടെ പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് പാൻ ചൂടാക്കി 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയാണ്. അത് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോഴേക്കും പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് 1 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് പൊടിയായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം. സവാള ചേർത്ത് മീഡിയം ഹീറ്റിൽ നന്നായിട്ട് വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യുക. സവാളയുടെ നിറം മാറുന്നത് വരെ ഫ്രൈ ചെയ്യണം. ഏകദേശം ഒരു പിങ്ക് കഴിഞ്ഞിട്ട് നമ്മൾ മൊരിയുന്നൊരു പാകമാകും. ആ സമയം ആവുന്നത് വരെ വഴറ്റി കൊടുക്കണം. ഇപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൗഡേർഡ് മസാലകൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ലോ ഫ്ലെയിമിൽ വേണം പൊടികൾ ചേർക്കുമ്പോൾ നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. ഇനി ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ഒരു 3 മിനിറ്റ് നമ്മൾ ലോ ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്ത് കഴിയുമ്പോഴേക്കും ഇതിൻ്റെ പച്ചമണമൊക്കെ മാറും. പൊടികളെല്ലാം നന്നായി മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് ഈ കറിക്ക് വേണ്ട ഉപ്പും കൂടി ചേർക്കാം. അപ്പോൾ ടൊമാറ്റോ പെട്ടെന്ന് വഴന്ന് കിട്ടും. നല്ല സോഫ്റ്റ് ആവുന്നത് വരെ വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം. ടൊമാറ്റോ നന്നായിട്ട് സോഫ്റ്റായി കഴിയുമ്പോഴേക്കും ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. മസാലകൾ ഈ വെള്ളത്തിൽ നന്നായിട്ട് അഴിപ്പിച്ച് തിളച്ചു തുടങ്ങുമ്പോഴേക്കും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിറച്ചി ചേർത്ത് വേവിച്ചെടുക്കാം. മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ച് ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായി ഡ്രൈ ആകുന്നത് വരെ വഴറ്റി കൊടുത്ത് കുക്ക് ചെയ്യാം. ഇപ്പോൾ മസാലയൊക്കെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. കക്കയിറച്ചിയുമായി പിടിച്ചിരിക്കുന്ന പാകത്തിലായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കക്കയിറച്ചി മസാല റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെയാണ് വരുന്നത്. കൊതിപ്പിക്കുന്ന മണമാണ്. അപാര ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു കിടിലൻ ഐറ്റം തന്നെയാണ്. ഇത് ചോറിനും പിന്നെ പുട്ട്, ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാം. വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഈ കക്കയിറച്ചി മസാല റോസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും, ഷെയർ ചെയ്യും, പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്സൊക്കെ അറിയിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത്
ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയും ചെയ്യുക. വീണ്ടും നമുക്ക് അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.